നമ്മൾ പറയുന്നത് ഇപ്പോൾ XSR-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിലയബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെയിനായിട്ടും പറയാൻ പോകുന്നത് XSR-ആയിട്ടുള്ള കമ്പയറിങ് ആയിരിക്കും. ഡയറക്റ്റ്ലി XSR-ആയിട്ടുള്ള ഈ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് തരൂ, നമ്മുടെ ഉസ്താദിൻ്റെ വണ്ടിയാണ്. അപ്പോൾ യെസ്, ഫൈനലി ഏറെ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു കാറൊക്കെ എടുത്ത് കുറച്ച് സ്റ്റോറി ഉണ്ടാക്കാൻ ഞാൻ പറയാം. കാറൊക്കെ എടുത്ത് അതിൻ്റെ പുറയിലായിരുന്നു കുറച്ച് ദിവസം, കാറിലായിരുന്നു കുറേ നാളത്തെ കറക്കമൊക്കെ. അപ്പോൾ അതേ ബാക്ക് ടു നമ്മൾ ബിസിനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ടു വീലർ എന്തോ സത്യം പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് കാർ ഓടിക്കുമ്പോഴും കിട്ടും. എന്നിരുന്നാലും ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് ഒന്ന് വേറെ തന്നെയാണ്. കാർ തീർച്ചയായിട്ടും ഫണ്ണ് തന്നെയാണ്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഉള്ളിൽ. നമുക്കെന്തായാലും ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് ദ ബ്രാൻഡ് ന്യൂ ഹണ്ടറാണ്. ഈ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഈ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് തരൂ, നമ്മുടെ ഉസ്താദിൻ്റെ വണ്ടിയാണ്, അപ്പോൾ ഇങ്ങോട്ട് വണ്ടി തരൂ, എനിക്കൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റഡ് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഒന്നും കൂടെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഈ കളർ കണ്ടപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുപോലെ ഉള്ള അടിപൊളി സംഭവം കേട്ടോ. ഇത് ഇവിടെ 350 എന്നാണോ എഴുതിക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു എന്തോ ഒരു കടൽ ജീവി, റോയൽ എൻഫീൽഡിൻ്റെ എംബ്ലം, ഒരു അന്യഗ്രഹ ജീവി സംഭവം, എന്തൊക്കെയാണ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഹണ്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക, എൻജിനീയറിങ് ഫിസിക്സിനെയൊക്കെ കടത്തി വെട്ടിയേക്കുന്നൊരു സാധനമാണ്. അതായത് ഈ വണ്ടിയുടെ ഒരു നേച്ചർ നോക്കാനാണെങ്കിൽ 350 സീരീസിലെ ഏറ്റവും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ലോങ് സ്ട്രോക്ക് എൻജിൻ, അത്യാവശ്യം വെയിറ്റ് വരുന്നൊരു എൻജിൻ. പക്ഷേ വണ്ടിയിലോട്ട് കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ടുള്ള പല വണ്ടികളെക്കാട്ടിലും ലൈറ്റ് വെയിറ്റായിട്ടും ഫണ്ണായിട്ടും എജൈലായിട്ടും നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. സോ നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. LED ലൈറ്റ് ഉണ്ട്, അത് ഓൾറെഡി റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളും വരുന്നതാണ്. ഹാൻഡിൽ ബാർ കുറച്ചൊന്ന് പൊക്കിയിട്ടുണ്ട് പഴയ ഹണ്ടറിനെ വെച്ച്. കഴിഞ്ഞ വർഷത്തെ 2024 ഹണ്ടറിനെ അപേക്ഷിച്ച് കുറച്ച് പൊക്കി. അത് ഓടിക്കാൻ നേരത്ത് ഭയങ്കര രസമാണ് കേട്ടോ. ക്ലച്ചൊക്കെ നല്ല ലൈറ്റാണ്, കൊണ്ടു നടക്കാൻ എന്ത് രസമാണെന്നറിയാം വണ്ടി. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പുതിയ സ്റ്റിക്കറൊക്കെ വന്നു, ട്രിപ്പർ നാവിഗേഷൻ വന്നു. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം കംഫർട്ടബിളാണ്. ബാക്കി ഇരിക്കുന്ന ആൾക്ക് ഒരു ബാക്ക് റെസ്റ്റൊക്കെ ഉണ്ട് ഇതിന് ഓൾറെഡി ആക്സസറീസ് ആയിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഓടിക്കാം. സീറ്റ് റൈഡറിനാണെങ്കിലും എന്താ പറയണ്ടേ, അതിമനോഹരമായ ഒരു കംഫർട്ടാണ്. പിന്നെ ആ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് TFT ചെറിയൊരു ട്രിപ്പർ നാവിഗേറ്റർ TFT ലെവലിൽ നമുക്ക് കാണാം, ഒരു ബ്ലൂടൂത്ത് കണക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു റൗണ്ട് ഇത് ഇൻസ്ട്രുമെൻ്റ് കൺസോളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ആ ഒരു രൂപഘടനയാണ്. അതായത് ഒരു പെപ്പിയായിട്ട് കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു 350 സീരീസിലെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി, ഏക വണ്ടി ഇതാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ എടുത്ത് പറയേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല മികച്ച ക്വാളിറ്റി ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും, ബാക്ക് തന്നെ ഇനഫാണ് നമ്മൾ സിറ്റിയിലൊക്കെ കൊണ്ട് നടക്കാൻ, ഹൈവേയിലാണെങ്കിലും. ബട്ട് ഫ്രണ്ടും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റിയാണ്. 30-70% നമുക്ക് സാധാരണ നമ്മുടെ വണ്ടികളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റേഷ്യോ 70% ഫ്രണ്ടിലും ബാക്കിൽ 30. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 50-50% കൊടുത്താൽ മതി. അത്രയ്ക്ക് നല്ല വലിയ റോട്ടറാണ് ബാക്കിലും കൊടുത്തേക്കുന്നത് ഈ വണ്ടിയുടെ. പിന്നെ സൗണ്ടാണ് വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എന്താ രസമാണെന്നറിയാം. കേൾപ്പിച്ചുതരാം. പൊട്ടുന്നു, പട്ടാന്ന് പൊട്ടുകയാണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ചൊക്കെ ആഡായി വന്നിട്ടുണ്ട്. പിന്നെ ഹീറ്റൊരു രക്ഷയില്ലാത്ത ഹീറ്റാണ്, കാലോട്ടൊക്കെ അത്യാവശ്യം നല്ല ഹീറ്റടിക്കും. പിന്നെ ഇതൊരു ഉസ്താദിൻ്റെ വണ്ടിയാണ്ട് മുണ്ടൊക്കെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ കാലോട്ട് നല്ല രീതിയിൽ തന്നെ ഹീറ്റ് എന്തായാലും അടിക്കും ലോങ് റൈഡ് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത്. പിന്നെ JC പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്, ഡുവൽ ക്രാഡിൽ ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറയണ്ട, ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് ഓടിക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഹണ്ടർ ഒന്നും കൂടെ ഒന്ന് ഓടിക്കാനായിട്ട് പോവുകയാണ്. ഹണ്ടർ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അഡ്വൈസും കൂടെ. സോ പുതിയ വണ്ടികളൊന്നും ഇപ്പോൾ നിലവിൽ ഇറങ്ങാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ പുതിയ കളറൊക്കെ എടുത്തൊന്ന് റിവ്യൂ ചെയ്യുന്നു എന്ന് മാത്രം. എന്ത് സ്മൂത്താന്ന് നോക്കിയേ, എന്ത് തമ്പാന്ന് നോക്കിയേ. റെക്കോർഡിംഗ് അല്ലേ ഇതൊക്കെ. ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല മോഡറേറ്റ്ലി ലൈറ്റാണ്. ഗിയർ ബോക്സും നല്ല സ്മൂത്താണ്. നല്ല മാസീവായിട്ടുള്ള ടോർക്ക് തന്നെയാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ പോകുന്നത്
XSR-ആയിട്ടുള്ള കമ്പയറിങ് ആയിരിക്കും. ഡയറക്റ്റ്ലി XSR-ആയിട്ടുള്ള ഒരു കമ്പയറിങ്ങും ഇല്ല. പക്ഷേ സെഗ്മെൻറ്റ് സെയിം ആണ്, കസ്റ്റമേഴ്സും സെയിം ആണ്. വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ, കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഏകദേശം സെയിം ആണ്. അപ്പം ഏത് വണ്ടിയാണ് എന്താ പറയുക എടുക്കേണ്ടത് നിങ്ങൾ എന്നുള്ള ഒരു എൻ്റെ ഹോണസ്റ്റായിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാം. റോണിനുമായിട്ട് ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടി. സോ അതുകൊണ്ട് അത് ഞാൻ റോണിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അതിനെ പറ്റിയുള്ള വീഡിയോ വേണമെങ്കിൽ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. ഓ എന്താ സുഖം, വാട്ട് ആൻഡ് ഫീൽ സർജി. ഓ ഒരു ഹാർലിയൊക്കെ വരുന്നൊരു സൗണ്ടായി വണ്ടി. സിംഗിൾ സത്യം പറഞ്ഞാൽ നല്ലൊരു കൈ കൊടുത്തൊക്കെ വരുമ്പോഴേ ഒരു ഹാർലി, മിനി ഹാർലിയൊക്കെ വരുന്നത് പോലെ പേഴ്സണലി തോന്നിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു രസമുണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി ഗൈസ്, നമ്മുടെ XSR-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, XSR ആണ് ഒബ്വിയസ്ലി ലൈറ്റ് വെയിറ്റ്. അത് യമഹയുടെ ഒരു ഡെൽറ്റ ബോക്സ് ഫ്രെയിമിലൊക്കെ വരുന്ന എഞ്ചിനാണ്, അല്ല ഒരു ഹാൻഡ്ലിംഗ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വണ്ടി ആയിരിക്കും മികച്ചതായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ എന്തോ ഈ വണ്ടി തരുന്ന ആ ഒരു ഹാപ്പിനെസ്, ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക്, ഇതിൻ്റെ ഹാൻഡ്ലിങ് നല്ല ആവശ്യത്തിന് ട്രെയിനിങ് റേഡിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലിപ്പിച്ചെടുക്കാൻ എനിക്കിത് തോന്നുന്നേ ഇല്ല ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ വെച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക എല്ലാ വണ്ടിയും വലിപ്പിച്ചൊന്ന് എടുക്കും. ഇത് വലിപ്പിച്ചെടുക്കാൻ നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് പെതുക്കി ഓടിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തൊരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് എന്നിരുന്നാലും സ്പീഡിൽ കയറത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് സ്പീഡ് കയറും, നമ്മുടെ റോഡിന് അനുയോജ്യമായ സ്പീഡ്, കംഫർട്ടബിളായിട്ട് നല്ല സ്മൂത്തായിട്ട് ഈ വണ്ടി കയറി ഒരു സ്ട്രെസ്സും അറിയിക്കാത്ത രീതിയിൽ വണ്ടി ഇല്ല ബീഡിയും വലിച്ച് ചായം കുടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് ഒരു 90-ലും 80-ലൊക്കെ ഈ വണ്ടി നമുക്ക് തരുന്നത്. അത്രയ്ക്ക് രസമാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ. സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ടോപ്പ് സ്പീഡ് കൂടുതൽ XSR-നായിരിക്കും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര തവണ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എടുക്കും. നമ്മളൊരു ഓൾ ഇന്ത്യ റൈഡൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല എക്സ്പ്രസ് ഹൈവേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് സ്പീഡ് അടിക്കാനൊന്ന് ശ്രമിക്കുമായിരിക്കും. പക്ഷേ എത്ര നേരം നമ്മൾ ആ ടോപ്പ് സ്പീഡ് കൊണ്ടിരിക്കും. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇന്നേ വരെ എനിക്ക് ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു വണ്ടിയെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ടോപ്പ് സ്പീഡ് കൂടുമ്പോൾ വണ്ടിയുടെ സ്വീറ്റ് സ്പോട്ട് കൂടും, അത് ശരിയാണ്. പക്ഷേ ഇതിന് ഒരു 80-90 ദാറ്റ്സ് ഇനഫ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. XSR-നെ നമ്മൾ മോശക്കാരനാക്കുന്നതല്ല, പക്ഷേ എന്തോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റിൽ സത്യം പറഞ്ഞാൽ XSR-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 100 കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത്. XSR മോശമെന്നല്ല ഒരിക്കലും പറയുന്നത്. XSR കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. XSR കുറച്ചും കൂടെ എന്താ പറയുക ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ എന്നുള്ളതിലുപരി കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റിങ്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈബ് ഓറിയൻറ്റഡ് ആണ്. ഇത് വണ്ടി ഓടിക്കുമ്പോഴേ ഒരു പ്രത്യേക ഫീലുണ്ട് സത്യം പറഞ്ഞാൽ. നമുക്ക് കൈ കൊടുത്താൽ കയറി പോകാനും പറ്റും, എന്നാൽ പെതുക്കെ പോകാൻ നല്ല രസവുമാണ്. ചില വണ്ടികളൊക്കെ സ്പീഡിൽ പോകാനായിരിക്കും ഫണ്ണ്, പക്ഷേ ഈ വണ്ടിക്ക് പെതുക്കെ പോകാനാണ് ഫണ്ണ്. ഞാനിപ്പോൾ ഒരു 60-ലാണ് പോകുന്നത്, പക്ഷേ എന്തോ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ. പിന്നെ ഈ വണ്ടിയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ വണ്ടി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു ടാപ്പറ്റടി ഉറങ്ങും. ആ ടാപ്പറ്റടി ചിലർക്ക് ഭയങ്കര ഇറിറ്റേറ്റബിളായിട്ട് തോന്നും. എനിക്ക് പേഴ്സണലി അത് ചെറിയൊരു ഇറിറ്റേഷനാണ്, കിലുകിലുകില എന്നുള്ളത്. അത് റോയൽ എൻഫീൽഡിൻ്റെ റിലയബിലിറ്റിയിൽ പെടുന്നൊരു സംഭവമാണ്. പക്ഷേ റിലയബിലിറ്റി നമ്മൾ പറയുന്നത് ഇപ്പോൾ XSR-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിലയബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിലയബിൾ ആയിട്ടുള്ളൊരു എൻജിൻ അത് യമഹയുടെ എൻജിൻ തന്നെയാണ്. പക്ഷേ നമ്മളൊരു കണക്കെടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ മാത്രമാണ് ആ ഒരു റിലയബിലിറ്റിയൊക്കെ വിഷയമായിട്ട് വരുന്നത്. യമഹ സീരീസ് ആയിട്ടും ജാപ്പനീസ് എൻജിൻ VVA ടെക്നോളജി ലിക്വിഡ് കൂളിംഗ് ഒക്കെ വരുമ്പോൾ അതിന് റിലയബിലിറ്റി കൂടും. പക്ഷേ ഇത് വേണമെങ്കിൽ അതിനേക്കാളും റിലയബിളായിട്ട് ഓടിക്കാം. നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ വണ്ടി എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓയിൽ ചേഞ്ചിങ്, വലിയ ലോങ് സ്റ്റോക്ക് എഞ്ചിനെ ആ ഒരു രീതിയിൽ കണ്ട് കറക്റ്റായിട്ട് ഓടിക്കുക എന്നുള്ളൊരു ലെവലിലൊക്കെ നിങ്ങൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഒരു റിലയബിലിറ്റിയിൽ ഒരു നിരാശ നിങ്ങൾക്ക് എന്തായാലും തരുന്നത്. ഞാനിപ്പോൾ ഒരു 70-ലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും വണ്ടി പെർഫെക്റ്റ് ആണ്. സ്റ്റെബിലിറ്റി ആണെങ്കിലും വണ്ടിയുടെ വൈബ്രേഷനിലാണെങ്കിലും. ഇതേ ഇപ്പോൾ 80-ലോട്ട് കയറി നല്ല രസമാണ്. ഇപ്പോഴും എക്കോയുടെ സിമ്പിൾ ഓണായി കിടക്കുകയാണ്. എക്കോ കാര്യം എൻജിനൊന്നും അല്ല എന്നുള്ളൊരു മട്ടിലാണ് എൻജിൻ സത്യം പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു യൂട്ടേൺ അടിച്ച് നോക്കാം.
ഗിയർ ബോക്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തൊരു ഗിയർ ബോക്സ് തന്നെയാണ് എന്തായാലും ഈ വണ്ടിയിൽ. ഇത് പുണ്ടോ നമ്മുടെ വണ്ടി, ഞാൻ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുണ്ടോ നമ്മുടെ റോഡിൽ കാണണമെന്നത് സത്യം പറഞ്ഞാൽ ദുആ ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. കാര്യം ഇത് കാണുമ്പോൾ ഒരു സുഖമാണ്, നമ്മൾ മാത്രമല്ലല്ലോ അവരും കൂടെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സംഭവം യൂണീക്കാണ്. ബാക്ക് ടു ഹണ്ടർ. ആ പുണ്ടോയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം സ്പീഡ് കൈ കൊടുക്കുന്നുണ്ട്. യെസ്, പുണ്ട നല്ല പോക്കാണ് കേട്ടോ പോകുന്നത്. ഓ മൈ ഗോഡ്. പിന്നെ മൈലേജ് ഒക്കെ XSR-ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. XSR-ന് എങ്ങനെ പോലും ഒരു 50-55 മൈലേജ് കിട്ടും. ഇതിന് മാക്സിമം ഒരു 40, അതിന് മുകളിലോട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഈ വണ്ടിക്ക്. പിന്നെ സർവീസ് കോസ്റ്റ് സ്വാഭാവികമായിട്ടും ഈ വണ്ടിക്ക് ഒരു സ്ലൈറ്റ്ലി ഇച്ചിരി കൂടുതലായിരിക്കും. ഒരു ലേശം ഇതിൻ്റെ ആ ഒരു സർവീസ് കോസ്റ്റൊക്കെ കുറച്ച് കൂടി നിൽക്കും എന്തായാലും. ഇത് ഗ്രാൻഡ് പുണ്ടാണ് കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നും സത്യം പറഞ്ഞാൽ. പുണ്ടോ കാണുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിൽക്കാനും തോന്നും, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി. സോ നമ്മുടെ ഹണ്ടർ മോൻ്റെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടിയിൽ ഇഷ്ടപ്പെടാഞ്ഞ കാര്യം ആ എൻജിൻ്റെ ആ ഒരു കിലി 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 കില്ല എന്നുള്ള സൗണ്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് തന്നെയാണ്. ബാക്ക് ബ്രേക്ക് തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് പിടിക്കാനായിട്ട്. നല്ല കിടിലും ബ്രേക്കിംഗ് തന്നെയാണ്. നല്ല റിഫൈൻഡുമാണ് അത്യാവശ്യം എൻജിൻ ക്വാളിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിഫൈൻഡാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഈ വില വെറുത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറുത്തിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഓവർ പ്രൈസ് ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ല നമ്മുടെ ഹണ്ടർ. വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇനിയിപ്പോൾ XSR എടുക്കണോ ഈ വണ്ടി എടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ യുവർ ടേസ്റ്റ്. ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്, ലോൻ്റെ ടോർക്കും അതുപോലെ തന്നെ വലിയ സ്പീഡ് റവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കൈ കൊടുക്കാം. കാര്യം പ്രത്യേകിച്ച് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഈ ഒരു ഫീൽ എന്തായാലും XSR-ൽ നിന്ന് കിട്ടത്തില്ല. XSR ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക, ആ ഒരു ഹൈ റവിങ് എൻജിൻ്റെ ഒരു നേച്ചറൊക്കെ അതിലെന്തായാലും ഉണ്ടാവും. അതിന് ലോൻ്റെ മോശമൊന്നുമല്ല, ബട്ട് ഇത്രത്തോളം വരത്തില്ല. ഒരു പീസ്ഫുള്ളായിട്ട് ഓടിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഹണ്ടറിലോട്ട് വരാം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൊളിച്ച് ഓടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൈലേജ് ഒരു കൺസേൺ ആണെങ്കിൽ XSR-ലോട്ടും പോകാം. അതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. പിന്നെ റിലയബിലിറ്റി ഇവിടെ ഒരു വിഷയമേ അല്ല. കാര്യം വേറൊന്നുമല്ല, റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി ഇരിക്കും. ഇതിപ്പം XSR-ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ഇതിന് ഇച്ചിരി കുറവ് റിലയബിലിറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ബട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മെയിൻ്റെനൻസ് പാറ്റേൺ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അതൊരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഏതൊരു വണ്ടിയാണെങ്കിലും. പിന്നെ ചില ബ്രാൻഡുകൾ എത്ര മെയിൻറ്റെയിൻ ചെയ്താലും പണി തന്നുകൊണ്ടേയിരിക്കും. അതിൽ പെടുന്ന ബ്രാൻഡുകളൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എൻ്റെ ഒരു അറിവിൽ 1-2 ബ്രാൻഡേ ഉള്ളൂ, ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്യും. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. നമുക്ക് ഈ വഴി അങ്ങ് പോവാം.